മുഖം ബിന്ദും കൃത്വാ കുജയുഗമധസ്തസ്യ തഥോ ഹരാർദ്ധം ധ്യായേദ്യോ ഹരമഹിഷി തേ മന്മഥകലാം സസദ്യ സംക്ഷോഭം നയതി വനിതായിത്യതിലഘു ത്രിലോകീമപ്യാശു ഭ്രമയതി രവീന്ദുസ്തനയുഗാം. പദാനുപദം. ഹരമഹിഷി, ഹേ പരമേശ്വരി, മുഖം ബിന്ദും കൃത്വാ, മുഖത്തെ ബിന്ദുസ്ഥാനത്തിൽ ധ്യാനിച്ച്, തസ്യാധഃ, അതിൻ്റെ അധോഭാഗത്തിൽ, കുജയുഗം കൃത്വാ, സ്തനയുഗളത്തെയും ധ്യാനിച്ച്, തദധഃ, അതിനടിയിലായി, ഹരാർദ്ധം കൃത്വാ, ശിവശക്തിയായ ഭവതിയെ സ്മരിച്ച്, തത്ര, അവിടെ, തേ മന്മഥകലാം, ഭവതിയുടെ കാമേശ്വരകലയെ, യഃ ധ്യായേത്, യാതൊരുവൻ ധ്യാനിക്കുന്നുവോ, സഃ, അവൻ, സദ്യഃ, ആ ക്ഷണത്തിൽ തന്നെ, വനിതാഃ, പെൺമണികൾക്ക്, സംക്ഷോഭം, മനശ്ചാഞ്ചല്യത്തെ, നയതി ഇതി, ഉണ്ടാക്കുന്നു എന്നത്, അതിലഘു, നിസാരം, രവീന്ദുസ്തനയുഗാം, ചന്ദ്രൻ സൂര്യൻ എന്ന ഇരു സ്തനങ്ങളോടു കൂടിയ, ത്രിലോകീം അപി, മൂന്ന് ലോകത്തിനെയും കൂടി, ആശു ഭ്രമയതി, അതിവേഗത്തിൽ മോഹിപ്പിക്കുന്നു. വിവർത്തനം. ഹേ പരമേശ്വരി, യാതൊരുവൻ ബിന്ദുസ്ഥാനത്തിൽ മുഖത്തെയും അതിനടിയിലായി സ്തനയുഗളത്തെയും അതിനുമടിയിലായി ശിവശക്തിയായ ഭവതിയെയും സ്മരിച്ച് അവിടെ ഭവതിയുടെ കാമേശ്വര ബീജത്തെ ധ്യാനിക്കുന്നുവോ, അവൻ ഉത്തരക്ഷണത്തിൽ പെൺമണികളെ മോഹിപ്പിക്കുന്നുവെന്നത് ഏറ്റവും നിസാരം, ചന്ദ്രസൂര്യന്മാരെന്ന സ്തനയുഗളങ്ങളോടു കൂടിയ ത്രിഭുവനത്തെ തന്നെ മോഹപരവശമാക്കുന്നു. ജയ ജയ ശ്രീ രാധേശ്യാം.